റിസോർട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. നിറയെ പൂക്കളും ഗാർഡനും പിന്നെ ഓറഞ്ചിൻ്റെ ട്രീയും പീച്ചിൻ്റെ ആപ്പിളിൻ്റെ ട്രീ ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള റിസോർട്ടായിരുന്നു അത്. ആപ്പിളല്ലേ ബാസി? അത് ഇത് മറ്റേ റെഡ് ചില്ലി ആപ്പിളാന്ന് തോന്നുന്നു അല്ലേ? പീച്ചേതാ പറിച്ചത്? എന്നാലും പറിച്ചേക്കും നോക്കാമല്ലോ. ഇത് പീച്ചല്ല മീൻ മരത്തിൽ കാണുന്ന കായ്? അങ്ങനെ ഞങ്ങളുടെ ഭൂട്ടാനിലെ യാത്രകൾ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇന്നിപ്പോൾ പാരോയിൽ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ഉച്ചയോടെ ഞങ്ങൾ തിരിച്ച് ബോർഡറിലേക്ക് ജയ്ഗൂണിലേക്ക് പോകും. നമ്മുടെ CK ലഗേജൊക്കെ വണ്ടീൻ്റെ മേലെ എടുത്ത് കെട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോകാൻ തോന്നില്ല ബാസി? അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഡ്രസ്സിങ് ഉണ്ട് വുമണിൻ്റെ, അതിൻ്റെ പേര് കിര എന്നാണ്. ബ്ലൗസ് പോലത്തെ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ ഒരു മുണ്ട് അതുപോലെ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസിൽ നിർത്തി അവിടെ നിർത്തി നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ നല്ല രസമുണ്ടായിരുന്നു ആ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു കൾച്ചറിൽ നമ്മൾ ഉമ്മാമൊക്കെ ഇടുന്നൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നമുക്ക് തോന്നിയെങ്കിലും അവരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ ഭൂട്ടാൻ്റെ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട്, അവിടേക്ക് പുറപ്പെട്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പുതിയ ഗൈഡ് ചേതൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് വന്നു. Welcome to our National Museum. It's one of the beautiful place. At the same time, you're also very lucky with good weather here. The former museum here, it was built in 17th century to be used as watchtower. Okay. But later on, in the year 1968, it was transformed or it was converted into a national museum by our third king. And thereafter, it has been preserved as heritage museum. But unfortunately, because of earthquake, it was partially damaged in 2012 and it was re-inaugurated only a few years back. That was in 2020. Okay. And apart from that, now the place which was used as their office is now converted to Natural History Museum. It's one of the beautiful places, so welcome all. Yeah, let's go. മ്യൂസിയത്തിനകത്തൊക്കെ അവരുടെ ചരിത്രപരമായിട്ടുള്ള യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളും തോക്കുകളും പിന്നെ അവരുടെ മൃഗങ്ങൾ പക്ഷികളുടെ ഒക്കെ മ്യൂസിയം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഈ ശേഷു എന്ന് പറയുന്ന ഫെസ്റ്റിവലിൽ അവർ മാസ്ക് വെച്ചിട്ടുള്ള ഡാൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കണ്ടു. അങ്ങനെ ഭൂട്ടാനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടേ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അവരുടെ കൺട്രീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽ, അതിൻ്റെ ഡോക്യുമെൻ്ററിയുടെ പ്രസൻറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു അവിടെ. അതൊക്കെ ചുറ്റും കണ്ട് അതിന് ശേഷം നമ്മൾ മ്യൂസിയമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഹിമാലയൻ മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും. ദൂരെയാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് ആണോ അറിയില്ല, മഞ്ഞ് മൂടിയിട്ട് മൗണ്ടെയ്ൻസ്, അത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പുറത്തുള്ള മല കാണിച്ചിട്ട് പറഞ്ഞു ഇന്നലെ അവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ മല മൊത്തമായിട്ട് സ്നോ മൂടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന അന്നാണ് ഞങ്ങളിത് കാണുന്നത്. മലകൾ കണ്ണാടി പോലെ ഇങ്ങനെ തിളങ്ങുവാണ് മലകൾ. പക്ഷെ അത് കുറച്ച് ദൂരെയാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ഭൂട്ടാനിലെ അവസാനത്തെ ലൊക്കേഷനും കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഫുൻസ്ലിങ്ങിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ ഫുൻസ്ലിങ്ങിലേക്ക് യാത്രയായി. ഫുഡൊക്കെ ട്രൈ ചെയ്ത് കുറച്ചുകൂടി സ്ട്രീറ്റ് ഫുഡ് കൈൻഡ് ഓഫ് വൈബ് നമുക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഈ ചേതൻ ഒരു ഫുഡിയാണ് ആൾ. അയാൾ പറഞ്ഞു പോകുന്ന വഴിക്ക്
ഈ മ്യൂസിയത്തിൽ തന്നെ എന്തോ ചോദിച്ചപ്പോൾ ഒരു ലെതറിൻ്റെ എന്തോ ഐറ്റം കാണിക്കുമ്പോൾ പറഞ്ഞു ഈ ഭൂട്ടാനിൽ ലെതറിനെ കൊണ്ടുള്ളൊരു ഡിഷുണ്ട്, യാക്കിൻ്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷുണ്ട്, അത് ട്രൈ ചെയ്യുക, അത് അടിപൊളിയാണ്, ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. This is leather of cow. Yak. Right? Yak. Leather of yak. Okay. Stomach of cow. Cow. Okay. The It's a sausage of cow. സോ ചേതൻ പറയുന്നത് ഈ യാക്കിൻ്റെ ലെതർ ഭയങ്കര ഡിലീഷ്യസ് ആണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം എന്താവും. How is it? It's very, Yummy? It's tasty. How do you say? നല്ല രസമുണ്ട്. Nalla rasam. നല്ല രസം, നല്ല രുചിയുണ്ട്. Nalla rasam. രാസി എങ്ങനെയുണ്ട്? Try that whole piece. എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഒരു അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ഒരു റബ്ബറി ചുയി ടേസ്റ്റ് അല്ലേ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. പങ്കാളി ട്രൈ ഈ സാധനം ഇത് നോക്കിയാ ഇങ്ങനെ എടുക്കുക, എടുക്കുന്നില്ല. കഷ്ണം എടുത്ത് ഡിപ്പ് ചെയ്തിട്ട് ഈ സാധനം ഞാൻ ട്രൈ ചെയ്യട്ടെ. എങ്ങനെയുണ്ട്? ട്രൈ ചെയ്താ കുറച്ച് സ്പൈസിയാണ്, പ്രത്യേകിച്ച് പിന്നെ ചുയിയാണ്, റബ്ബർ ജെല്ലി. നമ്മളെ സ്ക്വിഡ് നോക്കട്ടെ. Yummy. സ്പൈസി ഓൾസോ. റോ ആയിട്ട് കഴിച്ചോ. എങ്ങനെയുണ്ട്? കുറച്ച് ഹാർഡാ. ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. I think I'm done. You're done? അത് സോസേജ് ആണ്, അത് വേറെ. സോസേജ് Yeah, sauce. സോസേജ് Cow sausage. Cow. It's cow. No, cow. Ano mo? No, Easy. mo. No, sir. Yes. കവുണ്ട് രസമുണ്ട്. അതാണ് ഇത്ര ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടു. Otherwise, you'll have to pray. By chance, എന്താ ടേസ്റ്റ് എന്ന് വെച്ചാല് നമ്മുടെ പോർക്കിന്റെ നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ, കരളൊക്കെ ഇല്ലേ, നമ്മുടെ ലിവർ, അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലോണം എണ്ണയിലിട്ട് വറുത്തെടുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് ആണ്. അതെ. നമ്മുടെ പാർട്സ് ഉണ്ട്, നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട്, എണ്ണയിൽ മാത്രം ഇട്ട് വറുത്തെടുക്കാൻ ടേസ്റ്റ്. എനിക്ക് ഇതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. Yeah, yummy. നല്ല രസമുണ്ട്. Narla rasanda. കൈ ഉപയോഗിക്കുന്നുണ്ട്. This is narla rasanda. Yeah. Wow. ചേതൻ Noodles no. Nalla It will be. If there's noodles no, it will be more. Noodles. സ്റ്റിക്ക് പിടിക്കണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആമിക്ക്. Nalla rasam. നല്ല രസം. Like this. You'll have to move this forefinger, just the index one. You get another one. Get for her. Another one. നിങ്ങൾക്ക് ചോപ്സ്റ്റിക് വേണേനാ? Is it okay if I hold this? One. Nalla rasam. നല്ല രസം. അപ്പൊ ഈ വരില്ല, മറ്റേ വരില്ല നോക്കിയതിന്റെ ഇതന്നെയാ ഫിംഗർ തന്നെയാ മൂലയുണ്ട്. നിങ്ങൾക്കൊന്ന് പിടിക്കാം. എങ്ങനെയാമി ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പഠിച്ചു. Oh, very spicy. ലാസ്റ്റിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ചോപ്സ്റ്റിക് ഒഴിവാക്കാം.
ഒഴിവാക്കിയാ ഓക്കെ കാണിക്ക്. ഇത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് മറന്നു. അതുകൊണ്ട് ഇപ്പം എടുത്തേക്ക. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്തത്. അങ്ങനെ അതൊക്കെ കൂടി ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുവാണ്. ഞങ്ങൾക്ക് പക്ഷേ തിരിച്ചു വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇന്നത്തോടുകൂടി ഞങ്ങളുടെ എല്ലാ പരിപാടിയും തീരുവാണ്. ഇന്നത്തെ കോലോ കളി എന്താടാ ഭൂട്ടാൻ കഴിഞ്ഞടാ. ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മള് പെൻസിലിങ്ങിലെത്തും. അവിടെ ഒരു ഇന്ത്യൻ്റെ ഒരു ഇത് കിട്ടി തുടങ്ങിയില്ല. ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങി. ഒരു ശൂന്യത ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലേ? മൗണ്ടൻസ് കാണുമ്പോൾ സങ്കടം. മൗണ്ടൻസ് കോളി അങ്ങനെ നല്ല പോയി വരുന്നതൊക്കെ ഒരു ചെറിയ കഫ്റ്റീരിയയിൽ ഒരു 4-3 മണിയപ്പോൾ നിർത്തി ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് Only that much. അങ്ങനെ ഒരു 7 ദിവസത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൂറ്, ഭൂട്ടാൻ ടൂർ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ CK എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതാ എല്ലാവരും മുഖത്ത് അതിൻ്റെ ഒരു ക്ഷീണം കാണാനുണ്ടാവില്ല. ക്ഷീണത്തിനേക്കാൾ കൂടുതൽ സങ്കടം കാണാനുണ്ട് അല്ലേ? ശരിക്കും ഭൂട്ടാനിൽ നമുക്ക് തിരിച്ച ടെർമിനലിൽ ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പോൾ ശരിക്കും നമ്മൾ എന്താ കൊളുത്തിപ്പറിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ? ശരിക്കും ഞങ്ങളെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചതെന്നാണ് സേഫായിട്ട് ഡ്രൈവ് ചെയ്തത്. അതായത് ഭൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അല്ലേ ബസി? അതെ, അതായത് ഫുൾ ചുരങ്ങളും കാര്യങ്ങളും. അത്ര എനിക്കൊന്നും ഒരു 1000കണക്കിന് വളവുകൾ ഇതിനുണ്ടാവും. കോഴിക്കോട് പോയി അവരെ ഛർദ്ദിക്കുന്ന റാസ് എന്താക്കിയിട്ടില്ല, ഈ ട്രിപ്പിൽ എന്താക്കിയിട്ടില്ല, അതായത് വളവും തിരിവും നമ്മളെ ഒരു വളവും തിരിവും പോലും നമ്മളെ ഇതാക്കിയിട്ടില്ല. സൂപ്പർ ഡ്രൈവിംഗ്. താങ്ക് യു സോ മച്ച്. ശരിക്കും ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അയാള്. CK ഒരു ജാക്കി ചാൻ്റെ ലുക്ക് ഉണ്ടല്ലേ? അതെ, ജാക്കി ചാൻ ഓഫ് ഭൂട്ടാൻ. ഇത്രയും സ്നേഹവും കെയറിംഗ് ഉള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, താങ്ക് യു CK for being with us. You're most welcome. Yeah. Within a week, he became a family, and he's a part of our family. And say our Soon we'll be able to meet with your family too. definitely. You also visit Kerala. Yeah, sure. India. If time favors, no? If time favors. And convey regards to your family. Yeah, okay, definitely. I'll just show you photos and all. Yeah. Okay. Nice to meet you. I will really miss you. Okay. Under video. Yeah. Under video. Send to you. ഒരാഴ്ചത്തെ ഒരു സ്വർഗത്തിലെന്നോണം ഉള്ള ഒരു ജീവിതമായിരുന്നു, യാത്രകളായിരുന്നു, കാഴ്ചകളായിരുന്നു. അതൊരു നിമിഷം കൊണ്ട് എല്ലാം ഒരു സ്വപ്നം പോലെ അവസാനിച്ച ഒരു ഫീലായിരുന്നു ആ സമയത്ത്.